അങ്ങനെ നമ്മൾ ഗുരുവായൂർ ദർശനമെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ താമസിച്ച റൂമിൽ നിന്ന് നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഗുരുവായൂർ ദേവസ്ഥത്തിൻ്റെ തന്നെ ഒരു ആനക്കൊട്ടിലുണ്ട്. അപ്പോൾ അങ്ങോട്ട് വന്നേക്കുവാണ്. ഇവിടെ നിറയെ ആനകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ ഗുരുവായൂരൊക്കെ വരുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ആനക്കൊട്ടിലൂടെ ഒന്ന് പോയി കാണണം. ഒരുപാട് നമുക്ക് കാണാൻ പറ്റുന്ന കുറേ നല്ല കാഴ്ചകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ഗുരുവായൂരിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു ആനക്കൊട്ടിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടത്തേക്ക് ഒരാൾക്കൊരു എൻട്രി പാസ് എന്ന് പറയുമ്പോൾ ആൾക്കൊന്നിന് 20 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ ഒരാൾക്ക് 20 രൂപ വെച്ചിട്ട് നമുക്ക് എൻട്രി പാസ് എടുത്ത് ഇതിനകത്ത് കയറാം. നിറയെ ആനകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല ഏറെ തിരക്കുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ സന്ദർശകരൊക്കെ വരേണ്ടതാണ്. പക്ഷേ നമ്മളിവിടെ അന്വേഷിച്ചപ്പോൾ ഈ വയനാട് ആ ഉരുൾപൊട്ടലിൻ്റെ ബേസിൽ ആൾക്കാരുടെ സന്ദർശക എണ്ണം കുറഞ്ഞു പോയതാണ്. ഇല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ആൾക്കാർ വരുമെന്നാണ് നമ്മൾ ഇവിടെ തിരക്കിയപ്പോൾ ഇവിടുത്തെ ജീവനക്കാരൊക്കെ പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടുന്ന ഒരു എൻട്രൻസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ എൻട്രൻസിൽ കയറി നമ്മൾ ടിക്കറ്റ് എടുത്തു. ആൾക്കൊന്ന് 20 രൂപ വെച്ചിട്ട് എൻട്രി പാസ് എടുത്തിട്ട് നമ്മൾ വരുമ്പോൾ തന്നെ ഒരാൾ അവിടെ ഇങ്ങനെ കുറച്ച് വിഷയമായിട്ട് നിൽപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ആൾ മതപ്പാടിലാണെന്ന് തോന്നുന്നു. അതെ, മതപ്പാടിലാണ്. ഈ പറയുന്ന പോലെ ബോർഡും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇൻഫർമേഷനായിട്ട്. ഈ നിൽക്കുന്ന ആന മതപ്പാടിലാണ്, കുറച്ച് സൂക്ഷിക്കണം, അകലമൊക്കെ പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിസിറ്റേഴ്സിന് ഒരു ഇൻഫർമേഷനായിട്ട് അവർ ബോർഡും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആൾ കുറച്ച് കലിപ്പിലാണ്. കാരണം കഴിക്കാൻ കൊടുത്ത തെങ്ങിൻ്റെ ആ ഓലയും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് ആൾ തലയിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് വിഷയമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം ആൾ കലിപ്പിലായതുകൊണ്ട് എപ്പോഴാണ് നമുക്ക് പണി കിട്ടുന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അടുത്ത ആളിൽ അങ്ങോട്ട് പോകാം. ഇവിടെ 2 പേരെ ഇങ്ങനെ തളച്ചിട്ടുണ്ട്. 2 പേരും കുറച്ച് ശാന്തക്കാരാന്ന് തോന്നുന്നു. 2 പേരെ ഇങ്ങനെ തളച്ചിട്ടുണ്ട്. ഒരാൾ ഇവിടെ ഉണ്ട്, ഒരാൾ ദാണ്ട് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ആനക്കൊട്ടിൽ എന്ന് പറയുമ്പോൾ കയറി വന്നൊരു റൗണ്ട് സർക്കിൾ പോലാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഈ സർക്കിൾ കറങ്ങി വരുമ്പോഴത്തേക്ക് ഒരുപാട് ആന ഇങ്ങനെ ചുറ്റിനും തളച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് നമുക്കിങ്ങനെ ഈ റൗണ്ട് തീർത്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് ആനകളെ മറ്റു കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ തീർച്ചയായിട്ടും ഈ ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ആനക്കൊട്ടിലൂടെ വന്ന് കാണണം. ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്ത് കളയരുത്. അപ്പോൾ നമുക്ക് ഇതിനകത്തും കുറേ ആനകളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കിതിനകത്തോട്ട് കണ്ടില്ലേ പ്രവേശനം മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ തിരക്കിയപ്പോൾ പറഞ്ഞത് ഇതിനകത്ത് ഏകദേശം ഒരു 16ഓളം ആനകളെ ഇതിൻ്റെ ഉള്ളിൽ തളച്ചിട്ടുണ്ട്. പക്ഷേ കുറേ ആനകൾക്ക് നീരും മതപ്പാടും അതേപോലെ കുറേ പ്രശ്നമായിട്ടുള്ള കുറേ ആനകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്കതിനകത്തോട്ട് സന്ദർശകരുടെ സേഫ്റ്റി മനസ്സിലാക്കി അതിനകത്തോട്ട് പ്രവേശനമില്ല. നമുക്ക് ഇത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് അങ്ങൊക്കെ കുറേ ആനകളെ തളച്ചിട്ടുണ്ട്. അവരൊക്കെ കുറച്ച് പ്രശ്നകാരികളാണ്. ചിലപ്പോൾ അവർക്ക് അങ്ങോട്ട് നമ്മളെ കടത്തി വിട്ട് കഴിഞ്ഞാൽ സന്ദർശകർക്ക് വിഷയം ഉണ്ടാവും. അതുകൊണ്ട് അങ്ങോട്ട് സന്ദർശകർക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് ഇവിടെ ഒരു സുന്ദരിക്കുട്ടി നിൽപ്പുണ്ട്. ഇത് പിടിയാനയാണ്. അവളിങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ആർത്തുല്ലസിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ടില്ലേ? ഇത് കണ്ടില്ലേ? ഇവിടെ എല്ലാം ചുറ്റിനെല്ലാം ആന നിൽപ്പുണ്ട്. ഇതെല്ലാം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനകളാണ്. കണ്ടില്ലേ? ഇയാളും കുറച്ച് വിഷയമാണെന്ന് തോന്നുന്നു.
ചുറ്റിനും ഇങ്ങനെ ആനകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പുറയിലും ഞാൻ മുമ്പ് പറഞ്ഞാൽ ഇതിൻ്റെ പുറയിലും കുറേ ആനകളെയൊക്കെ തളച്ചിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ കുറച്ച് വിഷയകാരികളായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് അകത്തോട്ട് കയറ്റി വിടില്ല. ഇതുകൊണ്ടില്ലേ ഒരാളിങ്ങനെ കുളിച്ച് കുറിയൊക്കെ തൊട്ട് സുന്ദര കുട്ടപ്പനായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. ആള് കുറച്ച് മോഡേണാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരാൾ നിൽക്കുന്നു. ആൾ ഒറ്റക്കൊമ്പനാണ്. കാരണം ആൾക്ക് ഒറ്റ കൊമ്പേ ഉള്ളൂ. ഇത് കുട്ടിക്കാലത്തെ പോയതായിരിക്കാം, അല്ലെങ്കിൽ അതിന് ശേഷം വല്ല എന്തെങ്കിലും വന്ന് പോയായിരിക്കാം. പക്ഷേ ആൾക്ക് ഒറ്റ കൊമ്പേ ഉള്ളൂ. പക്ഷെ നല്ല തലയെടുപ്പുള്ളൊരു ആനയാണ്, പക്ഷെ ഒറ്റ കൊമ്പേ ഉള്ളൂ. ഇതാണ്ട് വേറൊരാൾ നിൽപ്പുണ്ട് ഇവിടെ. ഒരുപാട് സന്ദർശകരൊക്കെ ഉണ്ട്. എല്ലാവരും ഗുരുവായൂർ അമ്പലത്തിലും അല്ലെങ്കിൽ ഇത് കാണാൻ വേണ്ടിയൊക്കെ വരുന്നവർ മാത്രമാണ്. കണ്ടാ ഒരാളിവിടെ ഇങ്ങനെ കളിച്ച് നിൽപ്പുണ്ട്. അയാൾ കണ്ടില്ലേ, നമുക്ക് ഫോട്ടോഷൂട്ടിന് വേണ്ടി നിന്ന് തരുവാണ്. അവന് ഇത്രയും നേരം ഒരു കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ക്യാമറ എടുത്തപ്പോൾ അവന് ചെറിയ കുലുക്കമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, വേണ്ട ഉള്ളിൽ ഒരാൾ കളിച്ച് നിൽപ്പുണ്ട്. കണ്ടാൽ തന്നെ അറിയാം കുറച്ച് വിഷയക്കാരനാണെന്നറിയാം. നമ്മളിങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടപ്പോഴേ അവൻ മടലൊക്കെ പൊക്കിയെടുത്ത് മിക്കവാറും അത് നമ്മുടെ മണ്ടയ്ക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അവൻ ഇത്രയും നേരം ഒരു കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ഈ പറയുന്ന വീഡിയോ എടുത്തപ്പോൾ അവൻ ചെറിയ മടലൊക്കെ ചവിട്ടി ഒടിച്ച് ഒരു മടലൊക്കെ എടുത്ത് മിക്കവാറും ഇതെടുത്ത് ഇങ്ങോട്ട് എറിയാനുള്ളൊരു ചാൻസൊക്കെ ഉണ്ട്. അവൻ കുറച്ച് കലിപ്പിലാണ്. ഭാഗ്യത്തിന് അവനത് കഴിക്കുകയാണ് ചെയ്തത്. വേറെ വിഷയമൊന്നുമില്ല. ഇത് ഇവിടെ വേറൊരാൾ നിൽപ്പുണ്ട്. ആളും കുറച്ച് വിഷയക്കാരനാണെന്ന് തോന്നുന്നു. കണ്ട ചങ്ങലയൊക്കെ വലിച്ചു വീരാനുള്ളൊരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. കുറച്ച് വിഷയമാണ്. അവനിങ്ങനെ ആടിക്കുഴഞ്ഞൊക്കെ നിൽക്കുകയാണ്. അവനെ കണ്ടില്ലേ, തല കുലുക്കുന്നൊക്കെ കണ്ടില്ലേ, കൊള്ളാം. ഇതുണ്ടോ, ഇതൊക്കെയെന്ന് പറയുമ്പോൾ ഇവിടെ ആനയൊക്കെ തളയ്ക്കുന്ന കൂടാണ്, ആനക്കൂടാണ്. ഇതേ അവിടെ ഒരാൾ നിൽപ്പുണ്ട്. ഈ സന്ദർശനം വരുന്ന സമയത്ത് ഒരുപാട് മാറ്റി തളച്ചിരിക്കുന്ന ആന എന്നൊക്കെ പറയുന്നത് കുറച്ച് വിഷയകാരികളാണ്. അതുകൊണ്ടാണ് അവരെയൊക്കെ കുറച്ച് ഉള്ളിലേക്ക് മാറ്റി തളച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് അടുത്തായിട്ട് കെട്ടിരിക്കുന്ന ആൾക്കാരെന്നൊക്കെ പറയുമ്പോൾ അവർ നല്ല സൗമ്യമുള്ള ഇണക്കമുള്ള ആനകളെയൊക്കെയാണ് കുറച്ച് അടുത്ത് മാറ്റി കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം കുറേ ആനകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഏകദേശം 10-16ഓളം ആനകളെ ഉള്ളിൽ മാറ്റി തളച്ചിട്ടുണ്ട്. നീരുകാലമൊക്കെ ആയതുകൊണ്ട്. കണ്ടില്ലേ, ആനയ്ക്ക് വേണ്ടിയുള്ള പനമ്പട്ടകളൊക്കെ കൊണ്ടിട്ടിരിക്കുന്നതാണ്.
കണ്ട. ഇത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനക്കൊട്ടിലാണ്. കണ്ടില്ലേ, ആനകൾക്ക് വേണ്ടിയുള്ള പനമ്പട്ടയും മറ്റുമൊക്കെ ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുന്നതാണ്. നമുക്കിങ്ങനെ ഈ ആനകളെയൊക്കെ കണ്ടു വന്നിട്ട് വിശ്രമിക്കാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആനക്കൊട്ടിലൂടെ വന്ന് കണ്ടിട്ട് മടങ്ങാവൂ. നല്ല മൈൻഡ് ഫ്രീ ആവുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ ഉള്ളത്. കണ്ടല്ലേ, നല്ലൊരു കുളമൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ വൈഫിനെ എനിക്ക് മിസ്സായിപ്പോയി. അങ്ങനെ കൂടെ കൂട്ടാത്തതിന് എന്നോട് പിണങ്ങി താണ്ട് ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്, ആണ്ടിരിക്കുന്നു കേട്ടോ. എന്നോട് കളിച്ചിരിക്കുവാണോ? അല്ല എന്നാണ് പറയുന്നതെങ്കിൽ പോലും ആ മനസ്സ് നിറയെ എന്നോടുള്ള കലിപ്പാണ്. ആ ചിരിക്കുന്നത് കൊലച്ചിരിയാണ്.